ഷഹദ്, നമുക്കറിയാം ജൂലൈ 16 നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും, അല്ലെങ്കിൽ അങ്ങനെ ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാൻ ഒരു ഉത്തരവുണ്ട് എന്ന വിവരം വന്നതിനെ തുടർന്നാണ് ചടുലമായ ഇടപെടലുകൾ, അതും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്ന മതപണ്ഡിതന്മാർ വഴിയൊക്കെ തലാലിൻ്റെ കുടുംബവുമായുള്ള ചർച്ചയ്ക്കൊക്കെ വഴിയൊരുക്കിയത്. ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അതിനിടയിൽ കേന്ദ്ര സർക്കാരും നയതന്ത്ര പ്രതിനിധികളെ വഴിയുള്ള ചർച്ചകൾ നടത്തുന്നു. ഈ പല വഴിക്കുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കാര്യത്തിൽ ഒരു യമനിൽ നിന്നുള്ള ആരുടെയെങ്കിലും ഒരു സ്ഥിരീകരണം അത് സമൂഹ മാധ്യമങ്ങളിലോ മറ്റോ ഇപ്പോൾ വന്നിട്ടുണ്ടോ? നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. വധശിക്ഷ റദ്ദാക്കാനും മറ്റ് കാര്യങ്ങൾ തുടർ ചർച്ചകളിലൂടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും യമനിലെ സൂഫി പണ്ഡിതൻ വഴി നടത്തിയ ഇടപെടൽ, ഒപ്പം മറ്റ് പല ഭാഗത്തു നിന്നുള്ള യമനിലെ തന്നെ മറ്റ് മതപണ്ഡിതരുടെ സമ്മർദ്ദം കൂടിയുണ്ട് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്താൻ സഹായകമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷഹദ് തുടരുന്നുണ്ട്. ഷഹദ്, മുമ്പ് സൂചിപ്പിച്ചത് ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കുമെന്ന് നേരത്തെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് പിന്നീട് വലിയ സമ്മർദ്ദത്തെ തുടർന്ന് തൽക്കാലം മരവിപ്പിക്കുന്നു എന്നൊരു തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ വന്ന്. അപ്പോഴും വഴങ്ങാതെ നിന്നത് തലാലിൻ്റെ സഹോദരനടക്കം കുടുംബവും അവരുടെ ഗോത്രവും ഒക്കെ ആയിരുന്നു. അവരെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതല്ല ഇനിയും അവരുമായി ചർച്ചകൾ വേണ്ടി വരുമെന്നാണോ? ഗോകുൽ, ഈ വിഷയത്തിൽ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വധശിക്ഷ ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ പിന്നീട് അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ തലാലിന്റെ സഹോദരനും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം യുവാക്കളുടെ, അതായത് തലാലിന് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കുടുംബവുമായിട്ട് കൂടി സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ ബന്ധപ്പെട്ടിരുന്ന ഘട്ടത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും, അതായത് നിമിഷപ്രിയ ഈ കേസ് വന്ന ഒരു ഘട്ടത്തിൽ പോലും ആക്ഷൻ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്കും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടാനോ അവരുമായിട്ട് സംസാരിക്കാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് വാസ്തവം. പിന്നീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ സൂഫി പണ്ഡിതരുമായി നടത്തിയ ചർച്ചയുടെയും അവർ ഈ കുടുംബവുമായി നടത്തിയ ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും ഇപ്പോഴും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ കുടുംബത്തെയും ഒപ്പം തന്നെ അവിടെയുള്ള ആ ഗോത്ര വിഭാഗങ്ങളെ, അതായത് അവിടെയുള്ള അവരുടെ ഊരിലുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇടുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കുടുംബത്തെ കാര്യങ്ങൾ കുറെ കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ സൂഫി പണ്ഡിതർക്കും അതുപോലെ തന്നെ മത നേതാക്കൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു ശുഭസൂചന എന്ന നിലക്ക് ഇത്തരത്തിലൊരു വാർത്ത തന്നെ അവർ പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുമുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അത് ഈ കേസിൽ വളരെ നിർണായകമാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നിലവിൽ ഇപ്പോൾ വധശിക്ഷ വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രാഥമികമായിട്ടാണെങ്കിൽ പോലും അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു അന്തിമ തീരുമാനമല്ല. കാരണം ഈ കുടുംബവുമായിട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചർച്ച നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ജീവപര്യന്തമാക്കണമോ അതോ ഈ തുക വാങ്ങി അല്ലെങ്കിൽ പണം വാങ്ങി ഇതിൽ നിന്നും ഇവരെ ഒഴിവാക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്, അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. അപ്പോൾ ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിലും തുടരും. നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഒരു ആശ്വാസവാക്ക് എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക എന്തായാലും ഇപ്പോൾ വധശിക്ഷ വേണ്ട, അത് റദ്ദാക്കാനും മറ്റ് തുടർ നടപടികളും ചർച്ച ചെയ്യാനുമുള്ള ഒരു തീരുമാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.